ഇന്ത്യ പാക് സംഘർഷം കനത്തതോടെ രംഗത്തിറങ്ങിയത് ഇന്ത്യയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്. കറാച്ചി തുറമുഖം ആക്രമിച്ച് തകർത്തത് INS വിക്രാന്താണ് എന്നാണ് വിവരം. ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. കേരളത്തിൻ്റെ പുത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന കപ്പൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണിത്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൻ്റെ തന്നെ പേരാണ് തദ്ദേശീയമായ ഈ വിമാനവാഹിനി കപ്പലിന് നൽകിയിരിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു പഴയ കപ്പൽ. 2009 ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണിയാണ് കപ്പൽ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 2010 നിർമ്മാണം പൂർത്തിയാക്കാനും 2014 കമ്മീഷൻ ചെയ്യാനുമായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും നിർമ്മാണം ആരംഭിച്ച ശേഷം തടസ്സമുണ്ടായി. റഷ്യയിൽ നിന്ന് ഉരുക്ക് എത്തിക്കാനുള്ള പദ്ധതി തകിടം മറിഞ്ഞതോടെ പിന്നീട് DRDOയുടെ സാങ്കേതിക സഹായത്തോടെ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ ഉരുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. പിന്നെയും ചില തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അവസാനം 2013 ഓഗസ്റ്റ് 12 നീറ്റിലിറക്കി. INS വിക്രാന്തിന് 43,000 ടൺ ഫുൾ ലോഡ് ഡിസ്പ്ലേസ്മെന്റ്, 269 മീറ്റർ നീളം, 28 നോട്ടിക്കൽ മൈൽ വേഗത എന്നിവയുണ്ട്. കൂടാതെ 7,500 നോട്ടിക്കൽ മൈൽ വരെ സഞ്ചരിക്കാനും കഴിയും. വനിതാ ഓഫീസർമാർ ഉൾപ്പെടെ ഏകദേശം 1,600 പേരടങ്ങുന്ന ക്രൂവിനെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. കൂടാതെ ആധുനിക സൗകര്യങ്ങളുള്ള 16 കിടക്കകളുള്ള ഒരു ആശുപത്രിയും ഇതിലുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU, ഐസൊലേഷൻ വാർഡുകൾ എന്നിവയുൾപ്പെടെ സുസജ്ജമായ മെഡിക്കൽ കോംപ്ലക്സ് ഉള്ള ഒരു ആശുപത്രിയാണിത്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ വരെ പറത്താൻ കപ്പലിൽ സജ്ജീകരണമുണ്ട്. MiG-29K യുദ്ധവിമാനങ്ങൾ, കാമോവ് 31 ഹെലികോപ്റ്ററുകൾ, MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ, തദ്ദേശീയ ALH LCA എന്നിവയുൾപ്പെടെ 30 വിമാനങ്ങൾ വരെ പ്രവർത്തിപ്പിക്കാനാകും. വിമാനങ്ങൾ പറന്നുയരാനുള്ള സ്കീ ജമ്പും അറസ്റ്റർ വയറുകളുമുള്ള ഒരു ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി കോൺഫിഗറേഷൻ കപ്പൽ ഉപയോഗിച്ചിരിക്കുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനം, കപ്പൽ നാവിഗേഷൻ, അതിജീവനം എന്നിവയ്ക്കായി ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷനോടെയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. INS വിക്രാന്തിന് 18 നിലകളുണ്ട്, അതായത് 14 ഡെക്കുകൾ. ഇതിൽ 2,300 കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ഏകദേശം 1,600 ക്രൂ അംഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും. ഇതിൻ്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെയാണ്. ഇതുമൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയരാനാകും. 20,000 കോടിയിലേറെ രൂപയാണ് വിക്രാന്ത് നിർമ്മാണത്തിനുണ്ടായ ചെലവ്. കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത 550-ലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചു. മലിനജലം പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാല സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഓക്സിജൻ, നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട്. കപ്പലിൻ്റെ ഉള്ളിൽ 684 ഏണികളും 10,000-ലേറെ പടവുകളുമാണുള്ളത്. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി വിമാനവാഹിനി കപ്പലിനെ ഒരു ഫ്ലോട്ടിംഗ് എയർഫീൽഡ് എന്നും ഫ്ലോട്ടിംഗ് ടൗൺ എന്നും വിശേഷിപ്പിച്ചു. INS വിക്രാന്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് 5,000 വീടുകൾക്ക് വെളിച്ചം നൽകാൻ കഴിയും.